ഹായ് പിള്ളേരെ, വെരി ലേസി ബട്ട് ക്ലീൻ ചെയ്തിരിക്കാൻ പറ്റില്ല. 1 വീക്ക് 2 വീക്കായിട്ട് ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. സോ ക്ലീൻ ചെയ്യേണ്ടിയിരിക്കുന്നു. മുടി എൻ്റെ മുറിയാകണ്ടോ? വാവ്, ഈ തുണികൾക്കിടയിൽ എങ്ങനെ കിടന്നു എന്ന് ചോദിക്കരുത്. അതൊക്കെ എങ്ങനെയും ഞാൻ കിടക്കും. ഞാൻ മാത്രമല്ല, അവളും ഉണ്ടേ. ഇത് അവളുടെ പെട്ടി. ഹലോ പിള്ളേരെ, എന്താണേലും ക്ലീൻ ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും അതൊന്ന് കഴിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ നിർത്തുവിട്ടോ. ഒരു ആരോഗ്യം വേണ്ടേ? അത്യാവശ്യം ഞങ്ങൾ എപ്പോഴും 2 വീക്സ് അല്ലെങ്കിൽ വൺ വീക്ക് വെച്ചിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ എൻ്റെ ഷെഡ്യൂളും രേഷ്മയുടെ ഷെഡ്യൂളും തമ്മിലൊരു മിക്സ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടുപേർക്കും ക്ലീൻ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. അങ്ങനെയാണ് ക്ലീൻ ആയാതെ ഇങ്ങനെ ആയിപ്പോയത് കേട്ടോ. പിന്നെ മടി, അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെ ഒരു മടിയാണ്. ബട്ട് നമുക്കിങ്ങനെ ഉണർവ് തോന്നുന്ന ചില ദിവസങ്ങളുണ്ടല്ലോ, അതുപോലത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന്. വിൻ്റർ ആയതുകൊണ്ട് തന്നെ സണ്ണില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു മൂകതയാണ്. റൂമിൽ നിന്ന് എണീക്കാൻ പോലും തോന്നാറില്ല പലപ്പോഴും. പിന്നെ വല്ലപ്പോഴൊക്കെ എനിക്ക് ഭക്ഷണം കഴിച്ച് കിടക്കണമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങ് എണീക്കും. പിന്നെ എന്താ പറയുക, ഇന്ന് വെച്ച് ഞാൻ കുറച്ചൊന്ന് പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങി നടന്ന് ഷോപ്പൊക്കെ ചെയ്തു. പിന്നെ വൈകിട്ട് ഒരു ഫ്രണ്ടിൻ്റെ പാർട്ടി ഉണ്ടായിരുന്നു, ഫ്രണ്ട് ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഇവിടെ ഫ്ലൈറ്റിൽ തന്നെയായിരുന്നു. അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ ഈ വീഡിയോയിലുള്ളത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കരോക്കെ പോലെ പാട്ടൊക്കെ പാടി, നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിലുള്ള അവസാനമൊക്കെയാണ് കേട്ടോ. നമ്മുടെ പാട്ടൊക്കെ നിങ്ങളൊന്ന് കേൾക്കണം. എന്താണേലും അങ്ങനെ ഞാൻ പിന്നെ ഓർത്തു, അവൾ ദോശയും ചമ്മന്തിപ്പൊടിയും കഴിച്ചു കേട്ടോ. ഞാൻ പിന്നെ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് അങ്ങനെ കഴിക്കാൻ ഓർത്തു. ഞാൻ മോസ്റ്റ്ലി കുക്ക് ചെയ്യുന്നതല്ല ബട്ടറിലാണ്. എനിക്ക് എണ്ണ അങ്ങനെ താല്പര്യമില്ല. പക്ഷേ എല്ലാം ഞാനിപ്പോൾ ബട്ടറിലുണ്ടാക്കാനൊക്കെ പറ്റില്ലല്ലോ ഇവിടെ ഇപ്പം. എന്നാൽ അത്യാവശ്യം ബട്ടർ ഇവിടെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കുഴപ്പമില്ല, ചീപ്പാണ്. ബട്ട് ഇവിടെ എനിക്ക് പല സാധനങ്ങളും ഭയങ്കര എക്സ്പെൻസീവായിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പം തന്നെ പല കാര്യങ്ങൾക്കും ഇത്ര സെൻറ്റ് വെച്ച് കൂട്ടി ഞാൻ വന്ന സമയത്ത് പാലിനൊക്കെ 350 ആയിരുന്നത് ഇപ്പം പാലിനൊക്കെ 380 ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ എന്തോ കടയിൽ പോയപ്പം എന്തോ ഒരു സാധനത്തിൻ്റെ വിലയും ഞാൻ ഇതുപോലെ ഇങ്ങനെ വില മാറണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ വിൻ്റർ ആയിക്കഴിഞ്ഞാൽ ഇവിടെ സീസണലാണ് പ്രൈസും. കാരണം നമ്മുടെ നാട്ടിലിപ്പോൾ ഇവിടെ MRP എന്നുള്ള സാധനമൊന്നുമില്ല. സോ കൃത്യമായി ഇന്ന വിലയ്ക്ക് ഇന്ന കാര്യം വയ്ക്കുമെന്നില്ല. ഇവിടെ ഓരോ കടകൾക്കും ഓരോ വിലയാണ്. വില ഒരുപാട് കൂട്ടി വയ്ക്കുന്ന കടകളാണെങ്കിൽ ആ കടയിൽ പൂട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ഇന്നാളെ പാക്ക് ആൻഡ് സേവിലോ ഏതോ ഒരു സൂപ്പർ മാർക്കറ്റ്, 4 സ്ക്വയർ ആണെന്ന് തോന്നുന്നു, ഏതോ ഒരു സൂപ്പർ മാർക്കറ്റിൽ വില ഒരുപാട് കൂട്ടി തൊട്ടടുത്തുള്ള ഇതിനേക്കാളും ഒരുപാട് വില കൂട്ടി വിറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ആ കമ്പനിക്ക് ഫൈൻ കൊടുക്കുകയും ഷട്ട് ഡൗൺ ചെയ്യാൻ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ MRP ഇല്ലെങ്കിലും സിസ്റ്റംസ് അധികം നിലനിന്നങ്ങ് പോകുന്നത്. എന്നാൽ ഇൻഫ്ലേഷൻ നന്നായിട്ട് കൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ച് കൂടി വരുന്നത് എനിക്ക് ഇപ്പോൾ ഒരു 8 മാസമായിട്ടുണ്ടാവും ഞാൻ വന്നിട്ട്. ഈ 8 മാസത്തിനിടയിൽ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഈ 8 മാസത്തിനിടയിൽ തന്നെ തോന്നുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം വന്നവരൊക്കെ ഈ വർഷത്തെ ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോൾ അവർക്ക് എന്തായാലും തന്നെ വില വ്യത്യാസം കൂടുതലായിട്ട് മനസ്സിലാവുമല്ലോ. അങ്ങനെ എന്താണെങ്കിലും ഞാൻ സ്പീഡായിട്ട് എല്ലാം ഞാൻ എപ്പോഴും ഈ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ഹൈപ്പർ ലാപ്സിലായിരിക്കും എടുക്കുക, അല്ലെങ്കിൽ സ്പീഡ് 2x 3x 10x അങ്ങനെയൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കും ഇതുപോലെ തന്നെ റിയൽ ലൈഫിലായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. എന്താണേലും അത് അങ്ങനെ നടക്കില്ലല്ലോ. പിന്നെ ഞാൻ എൻ്റെ ടേബിൾ, എനിക്ക് 2 ടേബിള് ഇവിടെ നിന്ന് തന്നെ തന്നതാണ് കേട്ടോ, ഫ്ലാറ്റിൽ നിന്ന് തന്നെ. അങ്ങനെ അതൊക്കെ ഞാൻ എടുത്തിട്ട് ഒന്ന് തുടച്ച് വെച്ചു. അതിനകത്താണ് എൻ്റെ ഉടുപ്പുകളൊക്കെ ഇരിക്കുന്നത്. വീട്ടിൽ ഇടുന്ന ഉടുപ്പുകളെല്ലാം ഞാൻ അതിലാണ് സ്റ്റാക്ക് ചെയ്തേക്കുന്നത്. അപ്പം പിന്നെ തുണികളായിരുന്നു മെയിൻലി ഒരു വൃത്തിയോടുണ്ടായിരുന്നു. അപ്പോൾ തുണികൾ നമ്മൾ എവിടെയെങ്കിലും പോകാൻ നേരത്തെ ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായും തുണി മുഴുവൻ കട്ടിലുമായിരിക്കും, ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഇട്ടുകൊണ്ടും പോവുക. അങ്ങനെയാണ് ഇതിങ്ങനെ കൂടിപ്പോയത്. പിന്നെ ഇവളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഡ്രസ്സ് ഓരോന്ന് സെലക്ട് ചെയ്ത് എവിടെയെങ്കിലും പോകാനാണെങ്കിലും അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആയതാണ് കേട്ടോ. ഇവൾ വന്നതിന് ശേഷം ഞാൻ അത്യാവശ്യം കുറേയൊക്കെ പുറത്ത് പോയായിരുന്നു. അതുവരെ ഒരു 2 വീക്സ് 3 വീക്സ് ഒന്നും എനിക്ക് ഒരിടത്ത് പോകാൻ ഒരു മൂഡും ഉണ്ടായിരുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ക്ലാസ്സിലൊക്കെ നമ്മൾ പോയേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് അറ്റൻഡൻസ് നിർബന്ധമാണ്. 100% അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും കേട്ടോ. കാരണം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാലും അറ്റൻഡൻസ് 0 തരുള്ളൂ. അതായത് ആ ഡേയിലേക്ക് ലീവ് ആക്കുകയുള്ളൂ. ആൻഡ് ഇമിഗ്രേഷനിൽ നിന്ന് എന്തെങ്കിലും ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് ഒരു GPയുടെ നിന്ന് മേടിക്കുന്നതിനേക്കാളും ഭേദം പനിയും വെച്ച് ക്ലാസ്സിൽ പോകുന്നതായിരിക്കും കേട്ടോ.
അങ്ങനെ എന്തായാലും പിന്നെ വിൻഡോസ് ക്ലീൻ ചെയ്തിട്ടേ ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിൻഡോസ് ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ഇവളെ എനിക്ക് ആരെങ്കിലും കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കും കുറച്ച് ഇഷ്ടം കൂടുതലാണ്. ഇപ്പം എൻ്റെ കാര്യങ്ങൾ കേട്ടോ, തലയിലെണ്ണ തേച്ച് തരുന്നതോ മുഖത്ത് ഇത് ചെയ്തു തരുന്നതോ, അല്ലാതെ ഇങ്ങനെ ക്ലീനിങ് പരിപാടികളൊക്കെ മോസ്റ്റ്ലി എനിക്ക് വേറെ കാര്യങ്ങൾ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നതോ മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങൾക്ക് കൂടുതൽ ഫുഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനോ ഒന്നും ഇഷ്ടമില്ലാത്തത് പെണ്ണുങ്ങളെ കൂടുതലും ഇത് നിൻ്റെ ജോലിയാണ്, നിൻ്റെ ഒരു വീട്ടിൽ പെണ്ണുങ്ങളുടെ ജോലിയാണ് ഇത് എന്ന് പഠിപ്പിക്കുന്നത് കൊണ്ടായിരിക്കും. പക്ഷേ അറ്റ് ദ സെയിം ടൈം അല്ല, ഇത് അല്ലാതെ ശരിക്കും ചെയ്യാനത് ശരിക്കും സുഖമുള്ള ഏർപ്പാടാണ്, ഏത് പെണ്ണുങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഏർപ്പാടാണ്. ബട്ട് ശരിയാണ്, ഞാൻ ജനറലൈസ് ചെയ്യാൻ പാടില്ല, ചില പെണ്ണുങ്ങൾക്ക് ഇഷ്ടമില്ലാതെയുണ്ട്, ദാറ്റ്സ് ഓക്കെ. ബട്ട് അല്ലാണ്ട് എല്ലാവരും നിർബന്ധിച്ചിട്ട് ഇത് ചെയ്യിപ്പിക്കും, അപ്പം നമുക്ക് നിർബന്ധം കാരണം തന്നെ ചെയ്യാൻ തോന്നില്ല. പണ്ടൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു. എൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മ ഇപ്പം എടി നീ ഇന്ന് പെങ്കൊച്ചല്ലേ, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുക, നീ ഒന്ന് ഇത് വൃത്തിയാക്കിത്താ, അല്ലെങ്കിൽ ഒന്ന് ഇതിനെ കൂട്ടിക്കുക. ഇപ്പം എൻ്റെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരിക്കൽ എൻ്റെ അമ്മ പാത്രം കഴിക്കുകയാണെങ്കിൽ അനിയനെ കൊണ്ട് ടെറസിൽ നിന്ന് തൂത്ത് കഴിപ്പിക്കും. അങ്ങനെയാണ് നമ്മുടെ അവിടെ ഒരു മെക്കാനിസം നടന്നു പോകുന്നത് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മളെ നിർബന്ധിക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ചെയ്യും. ഇപ്പം എൻ്റെ അനിയൻ ചെയ്യാതെ എന്നെക്കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരാറുണ്ട്, ഞാൻ ചെയ്യാൻ സമ്മതിക്കില്ല, ഞാൻ ചെയ്യാറില്ല. ഞാനിങ്ങനെ മുഷിട് മൂത്ത് ഇങ്ങനെ എന്ന് പറഞ്ഞ് വഴക്കൊക്കെ ഉണ്ടാക്കിയായിരിക്കും ചെയ്യുകയാണെങ്കിൽ തന്നെ. അങ്ങനെ പിന്നെ പക്ഷേ ഞാൻ ഇപ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പല കാര്യങ്ങളും ഞാൻ തനിയെ തന്നെ ചെയ്യുമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇത് എന്തോ നമ്മൾ അങ്ങനെ കണ്ടീഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ അമ്മമാർ അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടതുകൊണ്ട് നമ്മളത് കണ്ടീഷൻഡായിപ്പോയി. പക്ഷേ അത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും വീട് ക്ലീൻ ചെയ്യുന്ന ഡ്യൂട്ടി, പാത്രം കഴുകുന്ന ഡ്യൂട്ടി, ഫുഡ് ഉണ്ടാക്കുന്ന ഡ്യൂട്ടി, ഇതെല്ലാം ലൈഫ് സ്കില്ലാണ്. ഇതാർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നത് വരെയും, അതായത് ഞാനിപ്പോൾ ജിമ്മിൽ പോകുമ്പം ജിമ്മിൽ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ വരുന്നത് ഒരു ചേട്ടനാണ്. അയാൾ വരുമ്പം അവിടെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, നമ്മുടെ പഴയ ലിഫ്റ്റിലൊക്കെ ഉള്ള കറുത്ത ഡോറില്ലേ, അതുപോലെ ഒരു ചെറിയ ഡോറ് അവിടെ ക്രോസ് ചെയ്ത് വെച്ചിട്ട് പറയും മെൻ ഇൻ ചേഞ്ചിങ് റൂം, മെൻ ക്ലീനിങ് റൂം ഇൻ ചേഞ്ചിങ് റൂം അങ്ങനെ എന്തോന്നോ എഴുതി വെക്കും കേട്ടോ. അതുകൊണ്ട് ഇറ്റ് ഈസ് ജസ്റ്റ് എ ലൈഫ് സ്കിൽ. ക്ലീനിങ്, കുക്കിംഗ്, എവറിത്തിങ് ഇസ് ജസ്റ്റ് എ ലൈഫ് സ്കിൽ എന്ന് മനസ്സിലാക്കുക. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ആരാണെങ്കിലും ഇതെല്ലാം ചെയ്തും പഠിച്ചേ പറ്റുള്ളൂ. അബ്രോഡ് വന്നു കഴിയുമ്പോൾ അത് മനസ്സിലാക്കോളും. പിന്നെ ഒരു കാര്യം, ഇതിനൊരു വില വ്യത്യാസമോ വിലയുണ്ടെന്നോ ഇല്ല. അതായത് ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു വിലയുള്ള ജോലിയാണ്, അല്ലെങ്കിൽ വിലയില്ലാത്ത ജോലിയാണ്. ഒരു ബ്ലൂ കോളർ അല്ലെങ്കിൽ വൈറ്റ് കോളർ ജോബ് ആണെങ്കിൽ ഭയങ്കര വിലയുള്ളൂ എന്ന് വിചാരിക്കുന്ന ചിന്താഗതികളുള്ള ആൾക്കാരുണ്ടെങ്കിൽ നേരെ വെളിയിലോട്ട് നമ്മുടെ ഇന്ത്യ വിട്ട് എങ്ങോട്ടും പോയാൽ മതി. എവിടെയാണെങ്കിലും ഏതൊരു യൂറോപ്യൻ കൾച്ചറുള്ള കൺട്രീസ് ആണെങ്കിലും അങ്ങനെ ഞാൻ പറയുള്ളൂ കേട്ടോ. ഇങ്ങനെ അല്ലാതെ ഇപ്പോൾ ദുബായൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ പോലെ തന്നെയാണ്. ഈ കാര്യങ്ങളിൽ അധികം വാല്യൂ കൊടുക്കുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വൈറ്റ് കോളർ ജോബിന് തന്നെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു ലേബറിനെ നമ്മൾ വിളിക്കണമെങ്കിലോ, ഒരു ടോയ്ലറ്റ് ചീത്തയായ ഒരാളെ വിളിക്കണമെങ്കിലോ, ഒരു ഇലക്ട്രീഷ്യൻ്റെ ഒരു പണിക്കോ എന്തിനെങ്കിലും നമ്മൾ ആളെ വിളിക്കണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ തനിയെ ചെയ്യുന്നതായിരിക്കും അതിലും ഭേദം. കാരണം ഒരു മണിക്കൂറിൽ നമ്മൾ $200 വരെയൊക്കെ കൊടുക്കേണ്ടി വരും ഒരാളെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി ഈ കാര്യങ്ങൾ മാക്സിമം ഇവിടെ ആൾക്കാർ കേടാക്കാൻ നോക്കാറില്ല. കേട് മനഃപൂർവ്വം ആരും ആക്കുന്നതല്ല, പക്ഷെ കേടാക്കാതിരിക്കാൻ ശ്രമിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെയാണെങ്കിലും നമ്മൾ പ്രിക്കോഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് മനസ്സിലാക്കുക. ഇതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആൾക്കാർ ഹെൽത്ത്, ഇനി എത്ര ഫ്രൈഡ് ചിക്കൻ കുത്തി കയറ്റിയാലും ഹെൽത്തും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും അവർ. ആൻഡ് ജിമ്മിൽ പോവും, ഓടാൻ പോവും, കാർഡിയോ നന്നായിട്ട് ചെയ്യും. ഇനി അവരുടെ ഹെയർ ആയിക്കോട്ടെ, സ്കിൻ ആയിക്കോട്ടെ, എല്ലാം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. നമ്മളിതെല്ലാം ചെയ്തിട്ട് നമ്മളിതിനൊന്നും ജിമ്മിൽ പോകുന്നില്ല. അല്ലെങ്കിൽ ജിമ്മിൽ പോയാലേ ഞാൻ വെൽത്തുള്ളൂ എന്ന് പറയുന്നില്ല. പ്രോപ്പർ ഡയറ്റ് എടുത്താലും വെൽത്തൊക്കെ ഉണ്ട്. ഞാൻ പ്രോപ്പർലി ഡയറ്റ് എടുക്കുന്ന ഒരാളല്ല, അത് ഞാൻ പ്രൗഡോടെ പറയുന്നതൊന്നുമല്ല. പക്ഷേ ഞാൻ പ്രോപ്പർലി എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് എത്ര കഴിച്ചാലും ഞാൻ ഈ വണ്ണത്തിൽ കൂടുതൽ ഇതുവരെ വണ്ണം വെച്ചിട്ടില്ല. പിന്നെ വണ്ണത്തിലാണോ നിനക്ക് ഡയറ്റ് അല്ലെങ്കിൽ ഹെൽത്തിനെസ് ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. പക്ഷേ എനിക്ക് ഇതുവരെ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് എടുത്താലും ചെയ്തിട്ട് പിന്നെ ടാബ്ലറ്റ്സ് ഇപ്പോൾ കഴിക്കാറുണ്ട് ഇവിടെ വന്നതിന് ശേഷം. കാരണം ഇവിടെ നമ്മൾ പ്രിക്കോഷൻ എടുത്തില്ലെങ്കിൽ ഒന്ന് വയ്യാതായി കഴിഞ്ഞാൽ കിടന്നു പോവുള്ളൂ കേട്ടോ. അങ്ങനെ എന്താണേലും കുറേ എൻ്റെ അഡ്വൈസിന് ശേഷം അടുത്ത നമുക്ക് കടയിൽ പോകാനാണ് ഈ കെട്ടിയൊരുങ്ങിയതെന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ചാകം കൊണ്ടാണ് നമ്മൾ കടയിൽ പോകുന്നത്. അതാണ് നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ചാകം കൊണ്ട് കടയിൽ പോയി. അപ്പം ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ വൈകിട്ട് ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്ന് തോന്നിയില്ല. അപ്പോൾ അത് അശ്വതിയുടെ ഫ്രണ്ടിൻ്റെ പാർട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നടത്താമെന്നാണ് ഓർത്തത്. പിന്നെ അനു നാളെ പോവുകയാണ്.
അപ്പോൾ അനു പോകുന്നത് അനുവിൻ്റെ ചേച്ചി ഇവിടെയാണ് താമസിക്കുന്നത്. സോ അനു ചേച്ചിയുടെ അടുത്തോട്ട് പോവുകയാണ്. ഇനി ഇവളെപ്പോൾ പുറത്തിറങ്ങിയാലും ഇവളുടെ കയ്യിൽ ഫോണായിരിക്കും, ഇവൾ ആരെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, ഞങ്ങൾ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. പിന്നെ അതാണ് ഇലിയറ്റ് സ്റ്റേബിൾസ് എന്ന് പറയും. ഇലിയറ്റ് സ്റ്റേബിൾസ് ഇവിടെ ഭയങ്കര പ്രത്യേകതയുള്ള സ്ഥലമാണ്. ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം. ഞാൻ അതിനകത്ത് കയറിയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇടാനൊരു സാഹചര്യം കിട്ടിയില്ല. ശരിക്കും നമ്മുടെ കുതിരാനെ നിർത്തുന്ന സ്ഥലമില്ലേ, അതിന് മലയാളത്തിൽ എന്താ പറയണതെന്ന് എനിക്കറിയില്ല. സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ അറിയാവുന്നവരുണ്ടായിരിക്കുമല്ലോ, ആ സംഭവമാണ് കേട്ടോ അത്. പക്ഷേ ഇലിയറ്റ് സ്റ്റേബിൾസ് പറഞ്ഞിട്ട് ഇപ്പം അതിനെ ഇത് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ കഫേ പോലെ ആക്കിയിരിക്കുകയാണ്. അതിനകത്ത് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓരോ ദിവസം ഞാൻ ആക്ച്വലി അത് വിട്ടുപോയി. പിന്നെ അനുവിനൂടെ ഞാൻ കയറുമ്പോൾ തൊട്ടുള്ള വീഡിയോ എടുത്തു തരാൻ പറഞ്ഞിട്ട് അവൾ വീഡിയോയിൽ പ്രസ് ചെയ്യാതെ പിന്നെ ഒന്നും കൂടെ കയറുന്ന വീഡിയോ അല്ല, ഇനി ഇവിടെ നിന്ന് മതി മുന്നോട്ട് ഇവിടെ നിന്നുള്ള വീഡിയോ ഇങ്ങനെ എടുപ്പിച്ചതാണ്. എന്താണേലും അതെ, ഉള്ളി സവോള എല്ലാത്തിനും വില കൂടി. സവോളയ്ക്കാണ് കേട്ടോ വില കൂടിയ കാര്യം ഞാൻ ഓർത്തെ. 169 ആയിരുന്നതൊക്കെ 199 ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വിൻ്ററായി കഴിയുമ്പോഴേക്കും ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാത്തിനും വില കൂടും, എല്ലാത്തിനും. കാരണം എനിക്ക് തോന്നുന്നു ഒന്നും പിന്നെ കുക്ക് ചെയ്ത് കിട്ടാത്തത് കൊണ്ട്, കുക്ക് ചെയ്ത് കിട്ടുന്നല്ല, വിളവെടുപ്പ് കിട്ടാത്തത് കൊണ്ടായിരിക്കും. പിന്നെ ഇവിടെ ഇങ്ങനെ ബർത്ത്ഡേ കേക്കും എല്ലാം കിട്ടും കേട്ടോ. ഇത് കണ്ടോ തിരക്ക്, എന്നാ ഒരു ക്യൂ ആണെന്ന് നോക്കി. ഇങ്ങനെ നമ്മൾ സ്കാൻ ചെയ്തിട്ടാണ് കേട്ടോ ഇവിടുത്തെ എല്ലാം പർച്ചേസ് ചെയ്യാം. ഇങ്ങനെ ഒരു കിയോസ്ക് ഉണ്ട്. ഇതിൽ നമുക്ക് ക്യാഷും ഇടാം, ഇതിൽ നമുക്ക് കാർഡും ഇടാം. ക്യാഷ് ആൻഡ് കാർഡ് കോയിൻസ് മാത്രം വന്നിട്ട് വരും. ഇപ്പോൾ അതേ എനിക്ക് ക്യാഷ് ഇതിൽ നിന്ന് മുകളിലിട്ടിട്ട് താഴെ ഇതിൻ്റെ ബാലൻസും കിട്ടും, കോയിനും ഉൾപ്പെടെ എല്ലാം കിട്ടും കേട്ടോ. അങ്ങനെ അശ്വതിയും കേക്കും കാര്യങ്ങളും പിന്നെ പാർട്ടിക്ക് വേണ്ട ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ചു. ഞാനും ചിക്കനൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ മേടിച്ചു, കാരണം പച്ചക്കറിക്കൊക്കെ നല്ല വിലയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത കടയിലേക്ക് വന്നു കേട്ടോ. ഇതാണ് വെയർ ഹൗസ് എന്ന് പറയും. അത്യാവശ്യം വെയർ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് മുട്ട ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ചീപ്പായിട്ട് എനിക്ക് തോന്നിയത് വെയർ ഹൗസ് എന്ന് പറയുന്ന കടയിലാണ് കേട്ടോ. അപ്പോൾ എന്താണേലും അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പാർട്ടിക്ക് പോകുന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇവളുടെ വീട്ടിലോട്ട് പോവുകയാണേ. ഇവളുടെ വീട്ടിൽ പോയി ഇവക്കുള്ള ഡ്രസ്സും ഷൂസ്. ചേച്ചി പലവ്യഞ്ജനം മേടിക്കാൻ പോവാണോ ചേച്ചി? ഷൂ വേണോ ചേച്ചി? പിണങ്ങാതെ ചേച്ചി, പലവ്യഞ്ജനം മേടിക്കാം, നമുക്ക് പിണങ്ങണ്ട, ഷൂ ഇട്ടുകൊണ്ട് തന്നെ മേടിക്കും. എല്ലാം എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോകുന്നുണ്ടോ. അതേ അടുത്ത പരിപാടി തുടങ്ങിയിട്ടുണ്ടേ. എന്തായാലും നമ്മുടെ കഴിവ് അത്രയൊക്കെ കണ്ടാൽ മതി കേട്ടോ. ഞങ്ങൾ ഭയങ്കര കഴിവുകാരായതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്ന പോലെയൊക്കെയാണ് ഞങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ കുറേ നാൾ കൂടിയിട്ടുണ്ട് ഫ്രൈഡേ ഓർ മേ ബി പറയുകയാണെങ്കിൽ, കൃത്യമായി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം അല്ലെ സെക്കൻഡ് ടൈം ആയിരിക്കും ഞങ്ങൾ ഇത്രയും അടിച്ച് പൊളിച്ച് എല്ലാവരും കൂടി ഇരുന്ന് എല്ലാവർക്കും ടൈം കിട്ടിയ ഒരു ദിവസം ഉണ്ടായിരുന്നത് കേട്ടോ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാം ബിസി ആകൂടോ, പക്ഷേ എന്നാലും ഇതുപോലെ ടൈമൊക്കെ കിട്ടുകയും ചെയ്യും കേട്ടോ. ഞാൻ ഈ എണീറ്റ് തല്ലാൻ പോകുന്ന പോലെ പോകണം. ആക്ച്വലി ഏതോ ഒരു പാട്ടിൻ്റെ താളം എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഹെയറൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നേരെ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ചുരുട്ടണം, ചുരുട്ടിക്കഴിഞ്ഞാൽ ഒന്ന് നേരെ ആക്കണം. അപ്പോൾ നേരെ ഇട്ട് കിടന്നതുകൊണ്ട് ഒന്ന് മെർലിൻ മെൻട്രോനെ പോലെ ചുരുട്ടാമെന്ന് ആലോചിച്ചു കേട്ടോ. അങ്ങനെ ഒന്ന് ചുരുട്ടി കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഡ്രസ്സപ്പൊക്കെ ചെയ്തു. എന്തോ ഇങ്ങനെ നിൽക്കണമെന്നൊന്നും ചോദിക്കരുത്, എന്തോ അങ്ങനെയൊക്കെ ഞങ്ങൾ വെറുതെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന് കേട്ടോ. അതാണ് ഇങ്ങനെ നിന്ന്. അത് കഴിഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ കേക്ക് വെച്ചു. അപ്പോഴേക്കും അവനെത്തി. അവന് ജോലി ഉണ്ടായിരുന്നു രാത്രി വരെ എന്തോ, അപ്പം ജോലി ഉണ്ടായിരുന്നുകൊണ്ട് ജോലി കഴിഞ്ഞിട്ടാണ് അവൻ പാർട്ടിക്ക് വന്നത്. കേക്ക് കട്ട് ചെയ്തു. അവൻ ആദ്യമേ ഞങ്ങൾ 4 പെണ്ണുങ്ങൾ ഒരുങ്ങിയ മുറിയാണത്, അതുകൊണ്ട് സകലമാന സാധനങ്ങൾ കട്ടിൽ കിടപ്പുണ്ട്. ഇന്ന് ക്ലീൻ ചെയ്തത് എല്ലാം വെറുതെ ആയിപ്പോയെന്ന് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞായിരുന്നേ. പിന്നെ അതിനുശേഷം ഞങ്ങൾ പിറ്റേന്നൊന്നും എല്ലാം ഒതുക്കി വെച്ചു. പക്ഷേ സ്റ്റിൽ അവനത് പെട്ടെന്ന് കണ്ടിട്ട് എന്താ എന്ന് നോക്കാൻ വേണ്ടി കളിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എന്താണേലും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കേക്കൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ സംഗീതം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ ഒന്ന് പാർട്ടിക്ക് പോയി. വെറുതെ കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ചപ്പോഴേക്കും എന്തോ ഒരു സന്തോഷം. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു, കയറി കിടന്നുറങ്ങി. പിറ്റേ ദിവസം അനു പോയിട്ടോ, അശ്വതിയും പോയി, എല്ലാവരും പോയി.
ആ ആറി തണുത്ത ചായ പോലെ നമ്മുടെ വീടും അങ്ങനെ ഉറങ്ങി.